ആ അറിഞ്ഞില്ലേ, നമ്മുടെ മനുഷ്യ സ്നേഹിയായിട്ടുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ, മുമ്പിനാലെ തന്നെ ഞാൻ നിരവധി വീഡിയോകൾ അദ്ദേഹത്തെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ അദ്ദേഹത്തിന് എതിരായിട്ട് സർക്കാർ നടപടികൾ, അദ്ദേഹം ഉള്ള സത്യം വിളിച്ചു പറഞ്ഞതിന് അദ്ദേഹത്തിനെതിരായിട്ട് സർക്കാരിൻ്റെ പ്രതികാര നടപടികൾ. ഇപ്പോഴിതാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കാരണം കാണിക്കൽ നോട്ടീസ് ഡോക്ടർ ഹാരിസിന് നൽകിയിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ടുള്ള ഒരു അലിഗേഷൻ ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് പത്രക്കാരുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഒരു അന്വേഷണത്തിനൊക്കെ ഉത്തരവിട്ടുകൊണ്ട് ഡോക്ടർ ഹാരിസിനെ ഏത് വിധേനയും ടാർഗറ്റ് ഇട്ടുകൊണ്ട് ഒരു കേസിൽപ്പെടുത്തുക, അപമാനിക്കുക. അപ്പോൾ മോഷണ കേസിലൊരു കുന്തവും ഇല്ല, ഒരു കോപ്പവും ഇല്ല, അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. ചില ഉപകരണങ്ങൾ കേടുവന്നത് എറണാകുളത്ത് നന്നാക്കുന്നതിന് വേണ്ടി ഫോർ മെയിൻ്റനൻസ് ട്രാൻസ്ഫർ ചെയ്തതാണ്. ബാക്കിയുള്ളവ ഉപയോഗശൂന്യമല്ലാത്ത ഉപകരണങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഇപ്പം ഇതാ ഒരു കാരണം കാണിക്കൽ നോട്ടീസ്. ആരോഗ്യമന്ത്രിക്ക് എന്താണ് കാരണം കാണിക്കൽ നോട്ടീസ് എന്ന് പോലും അറിഞ്ഞുകൂടാത്ത ആരോഗ്യമന്ത്രി. അപ്പോൾ അങ്ങനെയുള്ള ഒരു കഴിവുകെട്ട ആരോഗ്യമന്ത്രി, കേരള സമൂഹത്തിന് നാണക്കേടായിട്ടുള്ള ഒരു ഹെൽത്ത് മിനിസ്റ്റർ, അവരിനി ഡോക്ടർ ഹാരിസിനെതിരായിട്ട് എന്തൊലത്താനാ? അവർ മോഷണ കേസിൻ്റെ കുറ്റം ആരോപിച്ചു, പലതരത്തിലുള്ള കുറ്റങ്ങൾ ആരോപിച്ചു, അയാളെ കുറ്റപ്പെടുത്തി. ഉദ്യോഗസ്ഥന്മാരും പാർട്ടി നേതാക്കന്മാരും മന്ത്രിമാരും അടങ്ങുന്ന സംഘങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായിട്ടും സത്യസന്ധനും മനുഷ്യസ്നേഹിയുമായിട്ടുള്ള ഡോക്ടർ ഹാരിസിനെ പലവിധത്തിലുള്ള പ്രലോഭനങ്ങൾ കൊണ്ട്, കുറ്റപ്പെടുത്തലുകൾ കൊണ്ട്, അപമാനിക്കൽ കൊണ്ട് തളർത്തിക്കളയാമെന്ന് നമ്മളെ ഭരണകൂടം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റിപ്പോയി എന്നുള്ളതാണ്. കാരണം ജനമനസ്സുകളിൽ, ജനങ്ങളുടെ ഇടയിൽ വലിയ പിന്തുണയാണ് ഡോക്ടർ ഹാരിസിനുള്ളത്. കാരണം അദ്ദേഹം യാത്ര ചെയ്യുന്നത് കണ്ടാൽ തന്നെ ഒരു സീനിയർ പ്രൊഫസറായിട്ടുള്ള ഒരു ഡോക്ടർ ഒരു ബൈക്കിലും ആട്ടോയിലുമൊക്കെ യാത്ര ചെയ്ത് ഒരു ലളിത ജീവിതത്തിലേക്ക് പോകണമെങ്കിൽ അദ്ദേഹം സത്യസന്ധനായിട്ട് ജോലി നോക്കിയത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞ സത്യങ്ങൾ ജനമനസ്സുകളിൽ രോഗികളായിട്ടുള്ള ലക്ഷം കോടികളുടെ മനസ്സിൽ ഇന്ന് സ്ഥാനം പിടിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹം സത്യസന്ധനാണെന്ന്. ഇനി ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ഏത് അന്വേഷണം നടത്തിയാലും അദ്ദേഹത്തിന് ഒരു ചുക്കും ചെയ്യാനാകില്ല. അദ്ദേഹത്തിൻ്റെ കൂടത്ത് ജനങ്ങളുണ്ട്, ജനങ്ങളുടെ നന്മയും പ്രാർത്ഥനയും അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സർക്കാർ ഒരു വിവരദോഷം കാണിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അദ്ദേഹത്തിനെ കേസിൽപ്പെടുത്തുന്നതിന് വേണ്ടി പ്രതികാര നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് തികച്ചും തെറ്റാണ്. അപ്പം ഇത്തരത്തിലുള്ള നല്ല മനുഷ്യരെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം സർക്കാർ വളഞ്ഞും തെളിഞ്ഞും അദ്ദേഹത്തെ ടാർഗറ്റ് ഇട്ടുകൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു വരുന്നത് അവസാനിപ്പിക്കുക എന്നതാണ് നമ്മുടെ വീഡിയോയുടെ. അപ്പോൾ ഇതിനെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഈ വീഡിയോയ്ക്ക് ആവശ്യമാണ്. നിങ്ങൾ ഈ സബ്ജക്റ്റ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. കാരണം പാവപ്പെട്ട രോഗികളുടെ പോക്കറ്റിൽ നിന്ന് കാശ് വാങ്ങിച്ച് ശസ്ത്രക്രിയയ്ക്കുള്ള നൂലും സൂചിയും കത്രികയും വരെ പുറത്തു നിന്ന് അവരെ പൈസയ്ക്ക് വാങ്ങേണ്ടി വന്നതിൻ്റെ ഗതികേട് വിളിച്ചു പറഞ്ഞ മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരു ഡോക്ടറെ പൊതുസമൂഹത്തിന് ആവശ്യമുണ്ട്. അപ്പോൾ പൊതുസമൂഹത്തിന് മനുഷ്യസ്നേഹിയും അഴിമതിയുടെ കറ പുരളാത്തതുമായിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള ഡോക്ടറെ നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഇതുപോലുള്ള പൊതുപ്രവർത്തകരെയും ഡോക്ടർമാരെ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് ഈ തൊഴിലിൽ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഇന്ന് മരുന്ന് കമ്പനിക്കാരന്മാരിൽ നിന്നും സ്വകാര്യ മെഡിക്കൽ ലാബുകളിൽ നിന്നും, സ്വകാര്യ മെഡിക്കൽ സംവിധാനങ്ങളിൽ നിന്ന്, സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ പിമ്പളം പറ്റുന്ന ജനദ്രോഹികളായിട്ടുള്ള ഡോക്ടർമാരാണ് 90% പേര്. അത്തരത്തിലുള്ള 90% പേരിൽ 10% വരുന്ന നല്ലവരായിട്ടുള്ള ഡോക്ടർമാരെ സംരക്ഷിക്കാൻ മനുഷ്യ സമൂഹത്തിന് കഴിയണം എന്നുള്ളതാണ്. അപ്പം ഭരണപക്ഷത്ത് നിന്നുള്ള അല്ലെങ്കിൽ അധികാരികളുടെ കിരാതമായിട്ടുള്ള അദ്ദേഹത്തിനെതിരായിട്ടുള്ള നടപടികൾ നിർത്തിവെക്കുന്നതിന് വേണ്ടിയുള്ള ക്യാമ്പയിൻ
ജനകീയ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ പുറത്തിറക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യുക, ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും ഇത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത്.